പൊന്നാനി സ്വദേശിനിയായ വീട്ടമ്മയെ താനൂർ ഡിവൈഎസ്പി വി ബെന്നിയും എസ് പി സുജിത് ദാസ് അടക്കമുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്ന ആരോപണത്തിന് പിന്നിൽ കളിച്ചത് മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കവെയാണ് ഇത് തടയുന്നതിലേക്കായി പ്രതികൾ പൊന്നാനി സ്വദേശിയായ സ്ത്രീയെ ഇറക്കി വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് പറയുകയാണ് താനൂർ ഡിവൈഎസ്പി വി ബെന്നി. അതിനാൽ തന്നെ ഈ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തമായി തന്നെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് താനൂർ ഡിവൈഎസ്പി വി ബെന്നി ഇപ്പോൾ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതായത് മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം നൽകുന്നത് തടയുന്നതിലേക്ക് വേണ്ടിയാണ് സ്ത്രീയെ കൊണ്ട് വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചത് എന്നാണ് പൊന്നാനി സ്വദേശിയുടെ പീഡന ആരോപണത്തിൽ താനൂർ ഡിവൈഎസ്പി വി ബെന്നി പറയുന്നത്. മലപ്പുറം എസ് പിക്കാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളതും. അതായത് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മുട്ടിൽ മരമുറി കേസിൽ പ്രതി ചേർക്കപ്പെട്ട സ്വകാര്യ ചാനൽ ഉടമകളെന്നാണ് ഡിവൈഎസ്പി പറഞ്ഞു വയ്ക്കുന്നത്. വീട്ടമ്മയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചനയാകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെന്ന നിലയിൽ തന്നെ വേട്ടയാടുകയാണ് അവരുടെ ലക്ഷ്യം. ഗൂഢാലോചന കേസിന് പുറമെ സിവിലായും ക്രിമിനലായും മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 100% താൻ നിരപരാധിയാണെന്നും ഒരു കുറ്റവും താൻ ചെയ്തിട്ടില്ലെന്നും മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെന്ന നിലയിൽ തന്നെ വേട്ടയാടുകയാണെന്നും വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. തിരൂർ ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ പൊന്നാനി SHക്കെതിരായ സ്ത്രീയുടെ പരാതി അന്വേഷിക്കാൻ അന്നത്തെ മലപ്പുറം എസ് പി സുജിത് ദാസ് നിർദ്ദേശം നൽകിയിരുന്നു. പരാതി വ്യാജമാണെന്ന് തെളിയുകയും എസ് പിക്ക് അങ്ങനെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ ഈ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ല എന്ന് റിപ്പോർട്ട് നൽകുകയായിരുന്നു. തുടർന്ന് സ്ത്രീയുടെ പരാതി തള്ളുകയും ചെയ്തു. മലപ്പുറം മുൻ പോലീസ് മേധാവി സുജിത് ദാസ്, മുൻ തിരൂർ ഡിവൈഎസ്പി വി ബെന്നി, പൊന്നാനി ഇൻസ്പെക്ടറായിരുന്ന വിനോദ് വലിയാറ്റൂർ എന്നിവരുടെ പേരിലാണ് പൊന്നാനി സ്വദേശിനിയായ സ്ത്രീ വ്യാജ പീഡന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 2022 ഒക്ടോബറിൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പൊന്നാനി സ്റ്റേഷനിൽ ഇവർ ഒരു പരാതി നൽകിയിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വീട്ടിലെത്തിയ ഇൻസ്പെക്ടർ തന്നെ പീഡിപ്പിച്ചെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയപ്പോൾ അന്നത്തെ തിരൂർ ഡിവൈഎസ്പി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നോട് സംസാരിച്ചെന്നും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഉപദ്രവിച്ചെന്നുമാണ് പരാതിക്കാരി ആരോപിക്കുന്നത്. ഇരുവർക്കുമെതിരെ പരാതി നൽകാൻ അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചെന്നും അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിച്ചെന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. സുജിത് ദാസിനെതിരെ രംഗത്ത് വരാൻ ധൈര്യം പകർന്നത് PV അൻവർ MLA ആണെന്നും പരാതിക്കാരി ഇക്കഴിഞ്ഞ നാളിൽ പറഞ്ഞിരുന്നു. അതായത് സുജിത് ദാസിനെതിരെ MLA നടത്തിയ വെളിപ്പെടുത്തലുകളിൽ നിന്നാണ് തനിക്ക് നേരിട്ട ഈ ദുരനുഭവങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ തനിക്ക് ധൈര്യം ലഭിച്ചതെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. ഇവരും PV അൻവർ MLAയും ഇക്കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും അൻവർ പൂർണ്ണ പിന്തുണ അറിയിച്ചെന്നുമാണ് വിവരങ്ങൾ. വ്യാഴാഴ്ച രാത്രി പൊന്നാനിയിലെ ഒരു CPM നേതാവിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. നേതാവിന്റെ വീട്ടിൽ വെച്ച് പരാതിക്കാരി PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പരാതിക്കാരിയുടെ ബന്ധു സ്ഥിരീകരിച്ചു. ആരോപണം വലിയ വാർത്തയായതോടെ പരാതിക്കാരി പിന്നീട് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാൻ തയ്യാറാകാതിരിക്കുകയായിരുന്നു. അതേസമയം ആരോപണം ഉന്നയിച്ച സ്ത്രീ ഹണി ട്രാപ്പിന് ശ്രമിക്കുന്നവരാണെന്നും ആരോപണ വിധേയനായ കോട്ടയ്ക്കൽ CA വിനോദ് വലിയാറ്റൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത് കോട്ടയ്ക്കലിൽ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം യുവതിക്കെതിരെ പരാമർശം നടത്തിയത്. പരാതിക്കാരിക്കെതിരെയും അന്വേഷണമില്ലാതെ ക്രൂശിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയും നിയമത്തിന്റെ വഴി സ്വീകരിക്കുമെന്നും തനിക്ക് പോലീസിൽ നിന്നുള്ള പിന്തുണയുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 2022 പൊന്നാനിയിൽ SIയായി ചുമതലയേറ്റ സമയത്ത് കുറ്റാരോപിതയായ സ്ത്രീ മാനഹാനി കേസിൽ പരാതിയുമായി വന്നിരുന്നു. രാത്രി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ ഡ്രൈവർ അപമര്യാദയായി പെരുമാറുകയും മാനഹാനി വരുത്തുകയും ചെയ്തു എന്നായിരുന്നു കേസ്. ആ കേസിൽ പണം ഈടാക്കി കേസ് ഒതുക്കാൻ യുവതി ശ്രമം നടത്തി. ഇതിന് ഇടനിലക്കാരായി നിന്നത് സ്റ്റേഷനിലെ ചില പോലീസുകാരാണ്. സ്ത്രീ ഇത്തരം കേസുകളുമായി സ്ഥിരം വരുന്നതാണെന്നും റിപ്പോർട്ടുകളുണ്ട്. താൻ FIR രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയതിനാൽ വിലപേശൽ നടന്നില്ല. പ്രതിയെ പിടികൂടുകയും തുടർന്ന് ഓട്ടോ സീൽ ചെയ്യുകയും ചെയ്തു. രേഖകൾ പരിശോധിച്ചാൽ ഇതൊക്കെ വ്യക്തമാകും. ഇതിന്റെ വിരോധത്തിൽ സ്ത്രീ തനിക്കെതിരെയും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും പീഡന പരാതി നൽകി. അന്ന് തിരൂർ ഡിവൈഎസ്പി വി ബെന്നി ക്രിയാത്മകമായ അന്വേഷണത്തിലൂടെ തന്നെ കുറ്റവിമുക്തനാക്കിയതാണ്. ആ സമയത്ത് പൊന്നാനിയിലെ SI കൃഷ്ണലാൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടുജോലിക്കാരിയായിരുന്നു ഈ സ്ത്രീയെന്നും വിനോദ് വലിയാറ്റൂർ പറയുകയാണ്. അതേസമയം നിയമപരമായി തന്നെ നേരിടാൻ തന്നെ ഒരുങ്ങുകയാണ് സുജിത് ദാസ്. പൊന്നാനിയിലെ സ്ത്രീ ഉന്നയിച്ച ആരോപണം
ആരോപണങ്ങളെല്ലാം വസ്തുതാ വിരുദ്ധമാണെന്ന് മലപ്പുറത്തെ മുൻ SP സുജിത് ദാസ് പറയുകയാണ്. പൊന്നാനി സ്റ്റേഷനിൽ നിരന്തരം കേസുകളുമായി എത്തുന്ന ഒരു സ്ത്രീയാണിത്. ഇപ്പോൾ നടക്കുന്ന തന്റെ കുടുംബം തകർക്കാനുള്ള ശ്രമമാണെന്നും നിയമപരമായി തന്നെ നേരിടുമെന്നുമായിരുന്നു സുജിത് ദാസിന്റെയും പ്രതികരണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.